പപ്പടം പോലും മേടിക്കുന്നത് കണ്ടിട്ട് സഹിച്ചില്ല ഞങ്ങൾ. ബന്ധുക്കളായ 2 കുടുംബങ്ങളാണ് കേശവദാസപുരത്ത് 6 സെന്റ് പറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചു വന്നിരുന്നത്. തലമുറകളായി ഇവർ ഇവിടെയാണ് താമസിക്കുന്നതും. റോഡ് വികസനത്തിനായി ഭൂമി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. പകരം താമസ സൗകര്യമോ അർഹമായ നഷ്ടപരിഹാരമോ നൽകിയാൽ ഒഴിഞ്ഞുകൊടുക്കാമെന്നിവർ അറിയിച്ചെങ്കിലും തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഇവർക്ക് നൽകാമെന്നറിയിച്ചത്. വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ ഇവർക്ക് കൈവശാവകാശ രേഖ പോലുമില്ല. 36 ലക്ഷം രൂപ ഒരു സെന്റിന് വിലയുള്ള അടുത്ത് 5.5 സെന്റിനും കൂടെ 1.5 ലക്ഷം രൂപയാണ് അവർ തരുന്നത്. ഞങ്ങൾക്ക് കിടക്കാൻ നല്ലൊരു ഓട കാണിച്ച് തന്നിട്ട് ഇവർ ഞങ്ങൾ ഇറക്കി വിടാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് രാവിലെ റവന്യൂ അധികൃതരും പോലീസും എത്തി കെട്ടിടം പൊളിക്കുകയായിരുന്നു. പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചെങ്കിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണിവർ. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റാണ്. കുട്ടികളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? ഈ കിടക്ക ഒരു 3 സെന്റ് സ്ഥലം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതുപോലും ആരും തരണില്ല. വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം നിലനിൽക്കെയാണ് കയറിക്കിടക്കാനിടമില്ലാത്ത ഇത്തരക്കാർക്കെതിരെ അധികൃതർ നടപടിയുമായി എത്തിയിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.